ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുറേ നാളിന് ശേഷം ഞാൻ വീണ്ടും തിരശ്ശീലയിലേക്ക് വരുന്ന ഒരു വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ നാളല്ലേ ഗൈസ് എൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട്, കുറേ നാളല്ലേ എൻ്റെ വീഡിയോ കണ്ടിട്ട് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണല്ലോ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോക്ടർ ദർശന. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കില്ല എല്ലാവരും? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചധികം തിരക്കിലും കുറച്ചധികം ഒരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. എനിക്ക് വേറെ ഒന്നും കൊണ്ടല്ല, എന്താ പറയുക, എൻ്റെ ലൈഫിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടെടുത്ത ചെറിയൊരു ഗ്യാപ്പാണ്. പക്ഷേ എൻ്റെ ലാസ്റ്റത്തെ വീഡിയോയിലൊക്കെ ഞാൻ വലിയ കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നൊക്കെ. ബട്ട് ഇന്ന് തൊട്ട് ഞാൻ പറയുന്നു ഗൈസ്, ഞാൻ ഇന്ന് തൊട്ട് പറഞ്ഞാൽ അത് എന്താ പറയുക, പ്രാവർത്തികമാകാറില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, മാക്സിമം ഞാൻ ഡെയിലി വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ ഫൈൻ. നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമുള്ള ഒരു കാര്യം. അപ്പം ഞങ്ങൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു, ഞാനും അപ്പം റൂം മാറണം എന്ന്. അങ്ങനെ ഇരിക്കുകയാണ് അപ്പൂന് പെട്ടെന്ന് ഷിഫ്റ്റ് വരുന്നത്, അത് ട്രാൻസ്ഫർ വരുന്നത്. നമ്മളിപ്പോൾ നിലവിലുള്ളത് ഉറാൻ ലൈനിലുള്ള ഖാർക്കോപ്പർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് നമ്മളിപ്പോൾ തലോജയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ റൂമിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പെട്ടെന്നായിരുന്നു നമ്മൾ ഈ റൂം മാറുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. തലേന്ന് നമ്മൾ റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ടൈം പറഞ്ഞ പെട്ടെന്ന്. അതുകൊണ്ട് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ബാഗിൻ്റെ അകത്ത് വാരി എടുത്തിട്ട് ഇറങ്ങി ഓടേണ്ട ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ എന്താ വെച്ചാൽ, ഒരു സിനിമയിലല്ല, നമ്മുടെ മറ്റേ CID മൂസൻ്റെ അകത്ത് ബിന്ദു പണിക്കർ അയ്യോ ചേട്ടാ എല്ലാം കൂടി എടുത്ത് ബാഗിലിടുന്ന് പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയായിരുന്നു ലിറ്ററലി എനിക്ക്. എങ്ങനെയൊക്കെയോ ഞാൻ വാരി പെറുക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വീഡിയോൻ്റെ അകത്ത് എൻ്റെ കുറച്ച് മുന്നുള്ള വീഡിയോൻ്റെ അകത്ത് 2 പേര് വന്നിട്ട് ബോക്സ് ഒക്കെ സീൽ ചെയ്യുന്നത്, അത് നോ ബ്രോക്കറിലെ 2 പേരാണ്. സോ അവരാണ് ഫുൾ പാക്ക് ചെയ്തത്. 6 ബോക്സ് ഉണ്ടായിരുന്നു. സോ 6 ബോക്സിൻ്റെ അകത്ത് അവർ നല്ല വൃത്തിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സാധനം നമ്മുടെ തലൂജ ഫേസ് 2 ദീപ് സാഗർ എന്ന് പറഞ്ഞ ഫ്ലാറ്റാണ് കേട്ടോ. ഈ ദീപ് സാഗർ എന്ന് പറഞ്ഞ ഫ്ലാറ്റിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. കറൻ്റ്ലി സിഡ്കോക്കാരാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഫുൾ സിഡ്കോൻ്റെ ഫ്ലാറ്റുകളാണ് ഇവിടെ ഉള്ളത്. ദീപ് സാഗർ, ദൂത് സാഗർ, ആനന്ദ് സാഗർ, അങ്ങനെ കുറേ സാഗർ ഫ്ലാറ്റുകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് എന്താ പറയുക, ദീപ് സാഗർ എന്ന് പറയുന്ന ഫ്ലാറ്റാണ്. സോ ഈ 2 ആൾക്കാരില്ലേ ഹിന്ദിക്കാർ, അവർ വന്നിട്ട് നോ ബ്രോക്കറിലെ ആൾക്കാരാണ്. നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷം അവർ വരും നമ്മുടെ വീട്ടിലേക്ക്. എന്നിട്ട് അവരാണ് ഫുൾ പാക്ക് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെ അവർ പാക്ക് ചെയ്ത് തന്നതിന് ശേഷം നമ്മുടെ റൂമിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടെത്തിച്ച് തരും കേട്ടോ. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൂമിലേക്ക് അവരെന്ത് ചെയ്യും, സാധനങ്ങൾ എത്തിച്ചു തരും. അപ്പോൾ ലിഫ്റ്റ് വഴി സാധനങ്ങളൊക്കെ കയറ്റുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ദിവസം കുറച്ചൊരു ഹെക്റ്റിക് ആയിരുന്നു. ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ 2 വീക്സായി നമ്മളിവിടെ ഈ റൂമിലോട്ടേക്ക് മാറിയിട്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വരാനും കുറച്ചൊരു ടൈം എടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനൊക്കെ കുറച്ച് ലേറ്റ് ആയത്. സോ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഹലോ ഗൈസ്, നമ്മൾ സാധനമെല്ലാം പാക്ക് ചെയ്ത് റൂമിൽ വെച്ചിട്ടുണ്ട്. താഴെ ഇനി എന്തെങ്കിലും സാധനം ബാക്കിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവാണ്. എന്തെങ്കിലും സാധനങ്ങൾ അറിയാണ്ട് താഴെ വെച്ച് പോയിട്ടുണ്ടോയെന്ന്. ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ റൂമിൽ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ അപ്പൂൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. കാര്യം അപ്പോൾ താഴെ ആയിരുന്നുണ്ടായിരുന്നത് ഇവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോറി, ഞാൻ പേയ്മെൻറ്റ് ചെയ്തു എന്നായിരുന്നല്ലോ നേരത്തെ പറഞ്ഞത്. നമ്മൾ പേയ്മെൻറ്റ് ലാസ്റ്റ് ആയിരുന്നു കേട്ടോ ചെയ്തത്. ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആദ്യം ചെയ്താലും കുഴപ്പമില്ല, ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും പോസിബിളാണ്. അതിനുശേഷം ഞാൻ താഴേന്ന് അമ്മേനെ ഒന്ന് വീഡിയോ കോൾ ഉണ്ടായിരുന്നു, അമ്മേനെ അച്ഛനൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വീണ്ടും മുകളിലേക്ക് പോവാണ്. എന്താ പറയുക, മുകളിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കാൻ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ അവർക്ക് നമ്മൾ കാശൊക്കെ പേയ്മെൻറ്റൊക്കെ കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞു വിട്ട് നമ്മൾ തിരിച്ച് അഗെയിൻ നമ്മളെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടേതായിട്ടുള്ള സ്ഥലത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പോൾ വന്നിട്ട് ബാത്റൂമിൽ വെള്ളം വരുന്നതൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 1-2 എഴുത്തുകളൊക്കെ, മെയിൻ ടാപ്പ് ഓപ്പൺ ക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കാണാം. എന്താ വെച്ചാൽ ഇവിടെ വെള്ളത്തിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. 24/7 വെള്ളം വരില്ല ഇവിടെ. തലോജ ഏരിയയിൽ നിങ്ങൾ എവിടെ ചോദിച്ചു കഴിഞ്ഞാലും 24/7 വെള്ളം വരുന്ന ഒരു സ്ഥലം ചാൻസ് വളരെ കുറവാണ്. നമുക്ക് വെള്ളം ഇപ്പോൾ ഇൻ കേസ് വന്നില്ല എങ്കിൽ, എന്തെങ്കിലും പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്കൊരു നമ്മുടെ എന്താ പറയുക, മുകളിലായിട്ടൊരു റൂമിൻ്റെ മുകളിൽ, ബർത്തിൻ്റെ മുകളിലായിട്ട് ഒരു ടാങ്ക് ഉണ്ടാവും, 500 ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ടാവും. അതിൽ സിഡ്കോൻ്റെ ആൾക്കാർ വന്നിട്ട് ഓൾറെഡി വെള്ളം പമ്പ് ചെയ്യും. അപ്പോൾ ഇൻ കേസ് നമ്മുടെ വെള്ളം നിൽക്കുവാണെങ്കിൽ ആ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ 2 പൈപ്പുണ്ട്, 2 ലൈൻ കണക്ഷൻസ് ഒക്കെ ഉണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുവാണ്. കാര്യം ഇവിടെ ഓൾറെഡി താമസിച്ചിരുന്ന ആളോ അല്ലെങ്കിൽ ഓൾറെഡി പണി കഴിപ്പിച്ചിരുന്ന ആളോ ആരാന്നറിയില്ല, അവിടെ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോന്ന് എന്ത് തുറക്കണം എന്ത് തുറക്കട്ടെ എന്നൊക്കെ.
അപ്പോൾ അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, സാധനങ്ങളൊക്കെ മെയിനായിട്ട് സെറ്റ് ചെയ്യാണ്. ടേബിളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യം ഇത് മരത്തിൻ്റെ ഒന്നും അല്ല, ഫൈബറിൻ്റെയാണ്. സോ നമുക്ക് ഈസിലി നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അവിടെ നിങ്ങളുടെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ വലിയ വലിയ അലമാര, ഫ്രിഡ്ജ് അങ്ങനത്തെ പോലത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു കണക്കിന് ഭാഗ്യം എന്ന് വിചാരിക്കാം. ഒരുപാട് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ അത് ഒരുപാട് ദൂരത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എന്തുമാത്രമാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന്. സോ നമുക്ക് അത്രമാത്രം സാധനങ്ങളില്ലാതിരുന്നത് നമ്മുടെ എന്താ പറയുക, ഒരു ലക്കാണ്, അല്ലെങ്കിൽ നല്ലതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ചുകൂടി സാധനങ്ങളൊക്കെ എൻ്റെ റൂമിലൊക്കെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ബെഡൊക്കെ ഒരു സ്ഥലത്താണുള്ളത്. എല്ലാ സാധനങ്ങളും A to Z കാര്യങ്ങൾ നമുക്ക് ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കണേ, ഏതൊക്കെ ബോക്സിൽ എന്തൊക്കെ സാധനങ്ങളായിട്ടെന്ന് യാതൊരു ഐഡിയ ഇല്ല, സീരിയസ്ലി പറയാമല്ലോ. എന്നിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് നീ അല്ലേ ഇട്ടത്, അപ്പോൾ ഞാനവരുടെ അടുത്ത് പറഞ്ഞു ഞാനല്ല നീ ഇട്ടതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയില്ല, ഞാൻ ഏതൊക്കെ ബോക്സിൽ എന്തൊക്കെ ഇട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, അവൻ ഏതൊക്കെ ബോക്സിൽ എന്തൊക്കെ ഇട്ടെന്ന് അവനും ഓർമ്മയില്ല. കാര്യം പെട്ടെന്നായിരുന്നു നമ്മൾ ആൾക്കാരെ വിളിച്ചതും, അതായത് നോ ബ്രോക്കറിന്ന് 2 പേരെ വിളിച്ചതും അവർ പാക്ക് ചെയ്തതും അവിടെ റൂമിലേക്ക് മാറിയതൊക്കെ വളരെ ഷടപടേന്നായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ റൂമിൽ ബെഡ് സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ബെഡിൻ്റെ തലേണൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെയോ വഴിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രോപ്പർ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും എടുത്ത സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി നീറ്റായിട്ട് വെക്കാൻ പാകത്തിനാണ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഒരു ബ്ലൂ സ്യൂട്ട് കേസ് കണ്ടില്ലേ, അപ്പോൾ അത് ഞാൻ എന്താ പറയുക എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ കല്യാണത്തിന് ഉണ്ടായിരുന്നൊരു പെട്ടിയായിരുന്നു അത്, മെയിൻ പെട്ടി. അപ്പോൾ അതിലെൻ്റെ കുറച്ച് ഡ്രസ്സ് ഐറ്റംസും ഫയലും കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ ഈ കാണുന്ന ബോക്സ് ഉണ്ടല്ലോ, വലിയ ബോക്സ്, ഒരുപാട് ബോക്സ് ഇട്ടിട്ട് ഇവിടെ നടക്കാൻ പറ്റുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ബോക്സാണ് ഇവിടെ ഉള്ളത്. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സാധനങ്ങൾക്ക് അവിടെ ഇവിടെ നിരത്തിടേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ഈ ബോക്സിൻ്റെ അകത്ത് മാത്രം ഇട്ടാൽ മതിയല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പം അതൊരു കണക്കിന് നല്ലതാണ്. പക്ഷേ എന്നാൽ എന്താ പറയുക, ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി വേണം നമുക്കെല്ലാം അറേഞ്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. കുറേ സാധനങ്ങൾ നമുക്ക് ഇനിയും വാങ്ങാനുണ്ട്. പിന്നെ ആ കാണുന്ന അയലിൻ്റെ അകത്തൊരു ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്ന ആളെല്ലാം നമ്മുടെയാണ്. കാര്യം ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ കുറേ തുണികളൊക്കെ എന്ത് ചെയ്തു, ആറിട്ടിട്ടുണ്ടായിരുന്നു, അയലിനകത്ത് ആറിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ പിന്നെയും ബാൽക്കണിയിൽ ഒരു അയൽ കണ്ടപ്പോൾ നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുവച്ചിട്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഒരുവിധം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാനും അപ്പോൾ സൈഡായെന്ന് തന്നെ വേണേൽ പറയാം. ഒരു നീണ്ട 2 മണിക്കൂർ സമയമെടുത്ത് 2-3 മണിക്കൂർ സമയമെടുത്ത് നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണെന്ന് പറയാം. എൻ്റെ അപ്പൂൻ്റെ ഫേവറേറ്റ് ഉള്ളൊരു സ്പോട്ടാണിത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നൊരു വ്യൂ, ആക്ച്വലി ഇതിൽ വ്യൂ ഇല്ല, ഞാൻ കവർ ചെയ്യാൻ മറന്നു പോയതാണ്. ആ തിരക്കിൻ്റെ ഇടയിലേ കവർ ചെയ്യാൻ മറന്നു പോയതാണ്. ഇനിയുള്ള വീഡിയോസിൽ ഞാൻ കവർ ചെയ്യാം. സോ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അത് കിടിലൻ വ്യൂ ആണ്. ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ ബിൽഡിങ്ങും താഴെ ഒരു പാർക്ക്, അത് ചിൽഡ്രൻസിന് കളിക്കാൻ പറ്റുന്നൊരു ഗാർഡൻ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആണ്, നല്ല കാറ്റാണ് രാത്രിയൊക്കെ നിൽക്കുന്ന സമയത്ത്. ഭയങ്കര രസമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. നമ്മൾ ആദ്യം വേറൊരു ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വ്യൂ ഇതിലും കിടിലനായിരുന്നു. പക്ഷേ ആ ഫ്ലാറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായില്ല, എന്തോ സംതിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട്. പക്ഷേ ഇവിടെ റേഞ്ചിന് ചെറിയൊരു കുഴപ്പമുണ്ട് കേട്ടോ, അത് മാത്രമേ എനിക്കൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ നമുക്ക് ഇനിയും നല്ല വീഡിയോസായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. ആൻഡ് ഇത്രയും കാലം എന്നെ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം ആരും മിസ് ചെയ്തിട്ടുള്ളത്, എന്നാലും ആരെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആര് ചെയ്യാനല്ലേ. ഓക്കെ ഗൈസ്, വീണ്ടും വരുന്നതായിരിക്കും ഞാൻ, വീണ്ടും പുതിയൊരു പ്രഹസനമായിട്ട്, പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.